പിതാവേ, നിന്റെ സന്നിധിയിൽ വരുവാൻ തന്നെ ഭാഗ്യത്തായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരോടും നീ സംസാരിക്കണമേ. കേരളം ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ നിന്റെ സന്നിധിയിൽ നീ കൊണ്ടുവന്നു. ലോകത്തിന് തരാത്ത സമാധാനം, ലോകത്തിന് തരാൻ കഴിയാത്ത ആ പ്രത്യാശ നീ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവ് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇതൊരു ഭാഗ്യം, നിന്റെ കൃപ ഞങ്ങൾ ഈ നിമിഷം വരെ നടത്തി. ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ. എല്ലാ മാനമോത്വം നിനക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ ആ വിഷയത്തിൽ പോകുമ്പോൾ നമ്മുടെ സബ്ജക്ട് ഉൽപ്പത്തി 47 അധ്യായത്തിൻ്റെ 9 വാക്യം. ഉൽപ്പത്തി 47 അതിൻ്റെ 7 തൊട്ടൊന്ന് വായിച്ചേ. 7 തൊട്ട് 10 വരെ. ജെനസിസ് 47 verse 7 to 10. യോസേഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്ത് ചെന്ന് അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരം ആയിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി. 9 വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരം ആയിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ യാക്കോബിനെ കാണുന്നുണ്ട്. ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പറയുന്ന ആ വാക്കുകൾ, അതിൻ്റെ ആ ഗൗരവം, അതിൻ്റെ ആ സീരിയസ്നെസ്. വചനത്തിൽ നമ്മൾ ഒത്തിരി ആൾക്കാരെ നോക്കുന്നുണ്ട്. അബ്രഹാം, ദാവീദ്, മോശ, ഏലിയ, ഞങ്ങൾ ഓരോരുത്തരെ കാണുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഒരു സഹോദരൻ പറയാൻ ആ ഭാഷ യൂസ് ചെയ്യാൻ ഒരു വ്യക്തിയുള്ളത് ആരാ? യാക്കോബ്. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചേർച്ചയുണ്ട്. അബ്രഹാമുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. കാരണം കമ്പയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ, കർത്താവേ, അബ്രഹാമോ, എനിക്കെങ്ങനെ നടക്കാനൊക്കത്തില്ല. സ്വന്തം മോനെ ബലിയർപ്പിക്കാൻ പോയല്ലോ, വോയിസ് ഇല്ല, വോയിസ് കൂട്ടണോ? ഇനിയിപ്പോൾ കേൾക്കാമോ? ഞാൻ വോളിയം കുറച്ചാ സംസാരിക്കുന്നത്. ഇപ്പം കേൾക്കാമോ? ക്ലിയർ ആണോ? കുറച്ചുകൂടെ വോളിയം വേണോ? വേണ്ട? नहीं तो थोड़ा सा മാസ്റ്റർ കൂടാതെ. മാസ്റ്റർ ഇവിടെ നമ്മൾ ഇപ്പം കേൾക്കാമോ? യാക്കോബിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഒരു സഹോദരനാണ്. നമ്മുടെ സഹോദരൻ പറയുമ്പോൾ നമ്മുടെ സ്വഭാവമായി ഒത്തിരി ചേർച്ചയുണ്ട്. നമ്മളെയും ചിലപ്പോഴൊക്കെ ദൈവം വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്തുവാ? യാക്കോബേ. ആ ഒരു വാക്ക് പറയുമ്പോൾ അതിന് ഒത്തിരി അർത്ഥമുണ്ട്. നമ്മളെ ഇസ്രായേലാക്കി മാറ്റുന്നതിന് മുമ്പേ നമ്മൾ ആരാ? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ യാക്കോബ് തന്നെ. നമ്മൾ ഈ യാക്കോബ് സഹോദരനെ നോക്കിയാൽ വിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ആ നടപ്പ്, ആ കംപ്ലീറ്റ് ആ യാക്കോബിൻ്റെ ജീവിതം നമ്മൾ ഒരു സമ്മറി നോക്കിയാൽ എന്തൊക്കെയാ ചെയ്യുന്നത്? യാക്കോബിൻ്റെ ചിന്ത പോകുന്ന വഴി, ഒരു പ്രവൃത്തി. നമ്മളെ തന്നെ, നമ്മൾ ഈ ദിവസങ്ങൾ വന്നേക്കുന്ന പുതിയ പോയിന്റ്സിന് വേണ്ടിയല്ല, നമ്മളെ തന്നെ എന്തോ ചെയ്യുക? നമ്മളെ തന്നെ നോക്കുക. യാക്കോബ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഫറവോനെ എന്ത് ചെയ്യുക? അബ്രഹാമിനും കിട്ടാത്ത ഒരു ഭാഗ്യം ആർക്കുണ്ട്?
യാക്കോബ് ഫറോനെ എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുക. പക്ഷെ യാക്കോബ് ആരായിരുന്നു? എങ്ങനെ ആ ലെവലിൽ എത്തി? അന്യജാതിയായ ഫറോന്റെ മുമ്പേ നിന്ന് ഫറോനെ എന്ത് ചെയ്യുക? ഫറോ തല കുറിച്ച് നിൽക്കുമ്പോൾ യാക്കോബ് അനുഗ്രഹിക്കുക. പക്ഷേ ഈ അച്ചായൻ ആരായിരുന്നു? ദൈവം തന്നെ വന്ന് ഈ യാക്കോബിനോട് ഒരു ദിവസം എന്താ ചെയ്ത? മല്ല് പിടിച്ച വ്യക്തിയാ. ദൈവം തന്നെ ഇറങ്ങി വന്ന് മല്ല് പിടിച്ച വ്യക്തിയായത്. അതാ സാധനം. നടക്കുമ്പോൾ ആ ഒരു ഉളുക്കോ, എന്തോ ലിംപിന് എന്തോ പറയാം, ഒരു മുടന്ത്, അങ്ങനെയല്ലയോ? ലിംപിന് എന്തോ പറയാം, മുടന്തുണ്ടല്ലോ. ഏതെങ്കിലും വാക്ക് ശരിയായിട്ട് ഉപയോഗിക്കാനോ ഒരു ഉളുക്കമുണ്ടല്ലോ. യാക്കോബിനെ കാണുമ്പോൾ ഒരു ഉളുക്കുണ്ട്. സാധാരണ മനുഷ്യനില്ലാത്ത ഉളുക്ക് ആർക്കുണ്ട്? യാക്കോബിന്. ഈ ഉളുക്ക് കാണിക്കുന്ന എന്തുവാ? യാക്കോബ് എന്താ സംഭവിച്ചതാ? നിനക്ക് ഈ ഉളുക്ക് എവിടെ നിന്ന് കിട്ടി? നീ ജനിച്ചപ്പോ നിനക്ക് ഈ ഉളുക്കില്ലായിരുന്നു. നീ എന്താ നേരെ നടക്കാത്തത്? സർവശക്തനോട് എന്തോ ചെയ്താ? മല്ല് പിടിച്ചത്. ആ ഉളുക്കുണ്ട്. ഇന്ന് ചിലരുടെ ജീവിതത്തിലും അവർ ഉളുക്ക് കിടപ്പുണ്ട്. കാരണം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരുടെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ വസിക്കുന്ന ആ വ്യക്തി ആരാ? സർവശക്തന്റെ ആലയമില്ലയോ നമ്മൾ? പറഞ്ഞിട്ട് നമ്മൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് വിശ്വാസികളെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയും അവരുടെ വിശ്വാസവും അവരുടെ ചിന്തയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടെ വസിക്കുന്നവൻ സർവശക്തൻ തന്നെയാണോ? ഒരു സംശയം വരുന്നേ. ഞാൻ ആരുടെ ആലയമായി തീരുന്നത്? ചിലരിപ്പം ആൾക്കാർക്ക് കംപ്ലൈന്റ് ഉണ്ട്, പാസ്റ്റർ വിളിച്ചാൽ പാസ്റ്റർ ഫോൺ എടുക്കത്തില്ല, സംസാരിക്കാൻ സമയമില്ലെന്ന്. അന്നേരം സിമ്പിൾ ഒരു കാര്യം ചോദിക്കുന്നത്, എൻ്റെ കൂടെ വസിക്കുന്നവൻ ആരാ? നിത്യനായ ദൈവമില്ലയോ എൻ്റെ കൂടെ വസിക്കുന്നത്? പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാത്തതിന്റെ കാരണം ഈ യാക്കോബ് പോലത്തെ സ്വഭാവമുള്ളതുകൊണ്ടാണ്. ജീവിതത്തിൽ ബേഥേലിൽ വെച്ച് ദൈവമായിട്ട് എന്തോ ഉണ്ടായിട്ടുണ്ട്. ദൈവമായിട്ട് നേരിട്ട് ഒരു ബന്ധം, ഒരു ദർശനം കണ്ടതില്ല. ദൈവം തന്നെ ഒരു ദർശനം കാണിച്ചത്. ആ ദർശനം കാണിച്ചു കഴിഞ്ഞിട്ടാ മൽപ്പിടുത്തം നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ വരുന്ന ക്ഷീണം, ഇവിടെ യാക്കോബ് പറയുന്ന ഒരു വാക്ക് 9-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ പറയുന്നുണ്ടല്ലോ, The days of the years of my pilgrimage are 130 years. Few and he will have the days of the years of my life be. യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. പറയുന്ന വാക്ക് എന്തുവാ? ചുരുക്കവും കഷ്ടമുള്ളതും. നിനക്ക് യാക്കോബേ, നിനക്ക് എന്താ ഇത്ര കഷ്ടം? എന്താ? നിന്റെ പിതാവിനില്ലാത്ത കഷ്ടം നിനക്കുണ്ടല്ലോ. കാരണം എന്തുവാ? ഞാൻ ആരാ? യാക്കോബ്. യാക്കോബിന്റെ അർത്ഥം പറഞ്ഞേ, ബൈബിൾ ക്ലാസ്. എനിക്ക് ഇത്രയും കഷ്ടവും ഉള്ളതിന്റെ കാരണം എന്തുവാ? ഞാൻ ആരാ? യാക്കോബ്. നമുക്കതൊന്ന് സമ്മതിക്കാമോ? ഈ ദൈവം നമ്മളെ ദുഃഖിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. എൻ്റെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസവും സങ്കടവും എല്ലാം വരുന്നതിൻ്റെ ഒറ്റ ഒരു കാരണം ഞാൻ ആരാ? പേരെന്റെ ഫിന്നി ആണെങ്കിലും ഞാൻ ആള് യാക്കോബ. ദൈവമായിട്ട് എത്ര ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി മൂത്ത സഹോദരനെ എന്ത് ചെയ്യും? മൂത്ത സഹോദരന് വിശപ്പാ, പക്ഷെ എനിക്കൊരു അവസരമാണ്. മറ്റവരുടെ കഷ്ടതയുടെ ഞാൻ എന്തെടുക്കും? മുതലെടുക്കുന്നവനാ ഞാൻ. സത്യമാണോ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കിയേ. മറ്റവരുടെ കഷ്ടം എനിക്ക്
സ്തോത്രം പറഞ്ഞുകൊണ്ട് കർത്താവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എനിക്കൊരവസരമില്ലേ കിട്ടിയത്? ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ആരെയൊക്കെ വഞ്ചിക്കണോ ഞാൻ വഞ്ചിച്ചോളാം. എന്റെ ലക്ഷ്യം എന്തുവാ? അനുഗ്രഹം അല്ലേ? അതിന് ഞാൻ ഏത് കുരുട് പണി ചെയ്യണോ ഞാൻ ചെയ്തോളാം. എന്റെ ലക്ഷ്യം എന്തുവാ? അവിടെ ആ വാക്ക് നല്ലപോലെ മനസ്സിലാക്കാം. എന്റെ ലക്ഷ്യം ദൈവത്തിന്റെ അനുഗ്രഹം. പക്ഷെ എന്റെ കുരുട് ബുദ്ധി ഞാൻ എന്തു ചെയ്യും? ഏത് വേഷം ഇടണോ ഞാൻ ഇട്ടോളാം. പക്ഷെ എനിക്ക് വേണ്ടിയത് എന്തുവാ? അനുഗ്രഹം. അമ്മായിപ്പനെ വഞ്ചിക്കണോ? വഞ്ചിച്ചോളാം. കാരണം എനിക്ക് ഒരു റാഹേലിന്റെ പുറകെ എത്ര കഷ്ടം സഹിക്കണോ അതൊരു കഷ്ടമേ അല്ല. ഇല്ലേ? അടിമപ്പണി ചെയ്യണോ? ഞാൻ ചെയ്തോളാം. ആർക്ക് വേണ്ടി? ഞാൻ സ്നേഹിക്കുന്ന ഒരു റാഹേലമ്മ ഉണ്ട്. ലേയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടം സഹിക്കാൻ എന്നെ കൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ, ഞാൻ സ്നേഹിക്കുന്ന കുറെ ആഗ്രഹങ്ങളുണ്ട്, അത് സാധിപ്പിക്കാൻ എത്ര കഷ്ടം സഹിക്കണോ അത് എനിക്ക് എന്തോ അല്ല, ഒരു കഷ്ടം അല്ല. അങ്ങനത്തെ ഒരു വ്യക്തി ദൈവം ഒരു സമയം വന്നപ്പം തന്നെ പിടിച്ചത്. നമ്മുടെ വിഷയത്തിലൊന്നും നമുക്ക് യാക്കോബേ നിനക്ക് കഷ്ടം എന്താ? നീ എന്തോ ചിന്തിച്ചേക്കുന്നത്? എന്റെ അനുഗ്രഹം നിനക്ക് അങ്ങനെ തന്നെ കിട്ടുമോ? യാക്കോബിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവം അബ്രഹാമിന് കൊടുത്ത, വായിച്ചേ എബ്രായർ ഉൽപ്പത്തി 12:2-3 വായിച്ച. ഉൽപ്പത്തി 12:2-3. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ നമ്മുടെ യാക്കോബ് അച്ഛൻ ആഗ്രഹം എന്തുവാ? ഈ അനുഗ്രഹം, എനിക്ക് അനുഗ്രഹം ആ വിഷയം. ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞാൻ എന്തോ വേണമെങ്കിലും ചെയ്യുന്നേ. കർത്താവേ നീ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. ഇന്ന് രാവിലെ സമയം നമ്മളെ തന്നെ ഒന്ന് ധ്യാനിക്കേണ്ട, ഒരു ശോധന ചെയ്യേണ്ട ഒരു വിഷയം. ഞാൻ അനുഗ്രഹത്തിന്റെ പുറയാണോ ഇറങ്ങി തിരിച്ചത്? ചിലരുടെ അകത്തുള്ള ആഗ്രഹം എന്തുവാ? കർത്താവേ ഞാൻ ആരാധിച്ചോളാം, പാട്ടുപാടാം, വേദോസ്തം വായിച്ചോളാം, എന്താ വേണമെങ്കിലും ചെയ്യോ, നീ പറയുന്നത് ഞാൻ എല്ലാം ചെയ്തോളാം. ലക്ഷ്യം എന്തുവാ? അനുഗ്രഹം. അങ്ങനെയൊന്നും അനുഗ്രഹം കിട്ടുന്നില്ല. സർവശക്തന്റെ അനുഗ്രഹം നമ്മൾ ചോദിച്ചു വാങ്ങിക്കുന്നതല്ല. അവൻ കൃപയുള്ളവനായതുകൊണ്ട് നമുക്ക് ആ അനുഗ്രഹം കിട്ടിയത്. കർത്താവിന്റെ കൃപയാ. അബ്രഹാം ആ അനുഗ്രഹത്തിന് യോഗ്യനല്ല. ഞാനും നമ്മൾ ഇരിക്കുന്ന ആരും സർവശക്തന്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളിൽ എന്തോ യോഗ്യതയുണ്ടെന്ന്. എന്തോ യോഗ്യത? കർത്താവിന്റെ കൃപയില്ലയോ? നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയല്ലല്ലോ. ദൈവസന്നിധിയിൽ വന്ന് കയറുമ്പോൾ ഇസ്രായേൽ മക്കൾ ആ ആലയം ഉണ്ടാക്കുമ്പോൾ വായെന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എന്തുവാ? ആ ഓരോ കല്ല് വെക്കുമ്പോൾ പറയുന്ന വാക്കേതാ? കൃപ. ആ കൃപയുടെ അർത്ഥം എന്തുവാ? കർത്താവേ ഞങ്ങൾക്ക് ഈ ആലയം, ഞങ്ങളുടെ ഈ ജീവിതം, ഞങ്ങൾക്ക് അതിന് ഒരു യോഗ്യതയും ഇല്ല. ഒരവസരം കിട്ടിയല്ലോ നിന്റെ ആലയം ഒന്ന് പണിയുവാൻ. ആലയം തകർത്ത് കളഞ്ഞത് ആരാ? നെബൂഖദ്നേസർ അല്ല, സർവശക്തൻ ആലയം തകർത്ത് കളയാൻ ബാബിലോൺ നെബൂഖദ്നേസറിനെ ഒക്കെ കയ്യിലെടുത്തത്. നിനക്ക് എന്റെ ഹിതമനുസരിച്ച് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആലയത്തിന്റെ ഒരു ആവശ്യവും ഇല്ലല്ലോ. ദൈവം തന്നെ ഇത് ചെയ്യുന്നത്.
ആ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആലയം ഉണ്ടാക്കാൻ പിന്നെ ഒരു അവസരം കിട്ടിയല്ലോ. കർത്താവേ, നിന്റെ കൃപയാ, ഞങ്ങളുടെ യോഗ്യതയല്ല. ഇന്ന് രാവിലെ സമയം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവേ, നിന്റെ കൃപ. എനിക്ക് മുട്ടുമടക്കുവാനും എന്തോ ഇല്ല, യോഗ്യതയില്ല. യാക്കോബിന്റെ ജീവിതം നോക്കുമ്പോൾ എത്ര ദുഃഖവും പ്രയാസം. നമ്മൾ ആ കംപ്ലീറ്റ് ജീവിതം വരുന്ന ദിവസങ്ങൾ കർത്താവ് സഹായിച്ചാൽ നമ്മൾ ധ്യാനിക്കാൻ. യാക്കോബ് പറഞ്ഞ എന്റെ ആയുഷ്കാലം പ്രവാസ ജീവിതം മുഴുവൻ എന്തുവാ? ദുഃഖവും കഷ്ടം. കാരണം യാക്കോബേ, നിന്നെ ഈ സൃഷ്ടിയിൽ അയച്ചത് നീയല്ല, സ്വന്തമേ അല്ല വന്നത്, ഞാൻ ആ ഒരു പദ്ധതി വെച്ച് നിന്നെ അയച്ചത്. അബ്രഹാമിന്റെ സന്തതിയായി ജനിക്കുവാൻ ഞാനില്ലേ ഒരു പദ്ധതി ഇട്ടത്. നിന്റെ ഓട്ടം എങ്ങോട്ടാ? നിന്റെ ചിന്ത എന്തുവാ? യാക്കോബ് ഏശാവിനെ വഞ്ചിക്കുന്നതിന്റെ പുറമുള്ള ആഗ്രഹം എന്തുവാ? എനിക്ക് എന്ത് വേണം? അനുഗ്രഹം വേണം. ഇസാക്കിന്റെ മുമ്പേ നിൽക്കുമ്പോഴും ലക്ഷ്യം എന്തുവാ? ചിന്തിച്ചൊന്ന് നോക്കിക്കേ, എന്തൊക്കെ ആയിട്ടോണ്ട് നിൽക്കുന്നേ? അനുഗ്രഹം. അതിന്റെ പേര് മാറിയത് എപ്പോഴാ? എന്തുവാ ഏറ്റു പറഞ്ഞത്? ഞാൻ ആരാ? ഞാൻ വഞ്ചകന. നിന്റെ വഞ്ചനയോട് നീ ഇസ്രായേലാകത്തില്ല. എത്ര ദുഃഖം വന്നിട്ടുണ്ട്, എത്ര നിരാശ വന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചോ നോക്കി. ബത്ലഹേം എഫ്രാത്തയിൽ ആരാ കിടക്കുന്നത്? ബത്ലഹേമിൽ ആരാ കിടക്കുന്നത്? പറഞ്ഞാട്ടെ. ബത്ലഹേമിൽ ഒരാൾ കിടപ്പുണ്ടല്ലോ, കുഴിച്ചിട്ടല്ലോ. ആരെയാ സ്നേഹിക്കുന്നേ? നീ സ്നേഹിക്കുന്ന റാഹേൽ മക്പേല കാണത്തില്ല. നീ ദൈവഭയം പോലും ഇല്ലാത്ത ഈ റാഹേലിന്റെ പുറയിൽ ഓടുന്നത്. നീ സ്നേഹിക്കുന്ന കുറെ ആഗ്രഹങ്ങളുണ്ട്. ക്ഷമിക്കണം, നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ഈ സൃഷ്ടി എനിക്കുള്ളത്. നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ്. വായിച്ച റോമൻസ് 11:36 11:36 വാക്യം. റോമർ 11:36. സകലവും അവനിൽ നിന്നും, സകലവും അവനിൽ നിന്നും, അവനാലും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ, അവങ്കലേക്ക് ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ഒന്നുകൂടെ വായിച്ച. സകലവും അവനിൽ നിന്നും. ഒരു ചെറിയ വാക്കാ, അതിന്റെ അർത്ഥം എന്ത്? സകലവും അവനിൽ നിന്നും, അവനിൽ നിന്നും. രണ്ടാമത്തെ അവനാലും, അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. ഞാനും ഈ ഭൂമിയിലുള്ളത് എന്തിനാ? ആർക്ക് വേണ്ടിയാ? അവങ്കലേക്കില്ല. ഞാൻ ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയല്ല, അവങ്കലേക്കാണ്. ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ആനന്ദം. ഇന്ന് നമ്മൾ പ്രയാസപ്പെട്ട് ദുഃഖിപ്പിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ കാരണം നമ്മുടെ നോട്ടം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. നമ്മൾ യാക്കോബ് നോക്കുന്ന പോലെ, യാക്കോബ് റാഹേലിനെ എങ്ങനെ കണ്ടു അതുപോലെ നമ്മുടെ നോട്ടം ഇന്ന്. റാഹേലിന്റെ പുറകെ എത്ര, ആ റാഹേലിന് ദൈവഭയം പോലും ഇല്ല. വീട്ടിൽ നിന്ന് ഓടിയപ്പോ ആരെ കൊണ്ടുപോയി? ബിംബങ്ങളെ. എന്റെ ആഗ്രഹങ്ങൾ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എന്റെ ആഗ്രഹങ്ങൾക്ക് ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആഗ്രഹങ്ങളുടെ പുറകെ ഞാൻ ഓടുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവെ, എന്റെ ആഗ്രഹങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. സോറി, ആ കാര്യം ഇവിടെ നടക്കത്തില്ല. നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ്. ആ ദൈവഹിതം മനസ്സിലായ, ആ ദൈവഹിതം മനസ്സിലാക്കാൻ നമ്മുടെ യാക്കോബ് അച്ചായന് വന്ന പ്രയാസം. എത്ര വിഷയങ്ങൾ സംഭവിച്ചു. ആ യാക്കോബിന്റെ കുടുംബം ഒന്ന് നോക്കിയേ, കംപ്ലീറ്റ് കുടുംബം. റൂബേൻ എന്തോ ചെയ്തു നമുക്കറിയാലോ. റൂബേൻ, അടുത്തത് ലേവിയും സിമിയോനും ചെയ്തത് എന്തോ, അടുത്തത് യൂദ ചെയ്തത് എന്തോ. എത്ര ദുഃഖമാണ് യാക്കോബിന്റെ ജീവിതത്തിൽ. അയ്യോ, ദുഃഖത്തിന്റെ കാരണം നീ ആരാ? അതുകൊണ്ടാണ് ഗലാത്യർ 6:7 എഴുതിയേക്കുന്ന ഒരു വാക്കുണ്ട്. സാധാരണ എല്ലാ യോഗങ്ങളും നമ്മൾ വായിക്കുന്ന എന്തുവാ? വഞ്ചനപ്പെടാൻ ഇരുപ്പീൻ. വായിച്ച് Galatians 6:7.
വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. യാക്കോബേ, നിന്റെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പുറകെ കാരണക്കാരൻ നീ തന്നെയാ. ഇന്ന് സാധാരണ നമ്മൾ പറഞ്ഞ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച് എന്റെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറണം. അങ്ങനെയൊന്നും ഇത് മാറത്തില്ല. എന്റെ സ്വഭാവം ഒന്ന് മാറണം. ദൈവഹിതം അനുസരിച്ച് നടക്കാനൊന്ന് ഞാൻ എന്ത് ചെയ്യണം? ഒരു ശീലം വേണം. ആ സ്ട്രഗിൾ ഉള്ളതിന്റെ കാരണം ഞാൻ ആരാ? യാക്കോബ്. എന്റെ സ്വഭാവം എന്റെ മക്കളും കാണുന്നില്ലയോ? എന്റെ നടപ്പും എന്റെ ചിന്തയും എല്ലാം ആര് നോക്കുന്നുണ്ട്? എന്റെ കുടുംബം നോക്കുന്നില്ലയോ? അനുഭവിക്കേണ്ടി വരത്തില്ലയോ? ഈ അനുഭവിക്കുന്നതിന്റെ കാരണം സാധാരണ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തന്നെയാ ഉത്തരവാദി. അതിന് യോസെഫും യാക്കോബ് ആശ്രയിച്ച യോസെഫ് പോയല്ലോ അല്ലേ? എത്ര ദുഃഖമാ ആ യോസെഫിന്റെ കോട്ട് മുമ്പേ വെച്ചേക്കുന്നത്. യോസെഫിന്റെ സഹോദരന്മാർ അതൊക്കെ ചെയ്തു. ഫൈൻ. യാക്കോബിന് എത്ര ദുഃഖം വന്നു. ആരനുവദിക്കുകയായി ദുഃഖം? പറഞ്ഞാട്ടെ. പക്ഷെ നമ്മൾ യാക്കോബിന്റെ കൂടെ ആ കോട്ടിന്റെ മുമ്പേ ഇരുന്നാൽ എത്ര വേദന വരുന്നേ. മനസ്സിലാകുന്നുണ്ടല്ലോ ആ വിഷയം. യാക്കോബ് ഇരുന്ന് കരയുക. മുമ്പേ എന്താ വെച്ചേക്കുന്നത്? യോസെഫിന് കൊടുത്ത ആ അങ്കി വസ്ത്രം, കോട്ടില്ലേ, അത് നോക്കുമ്പോൾ വേദനയുണ്ടോ? നിരാശ. ഇനി ഒരാശയും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്കുള്ള ആശ്വാസം. ഒരു ദിവസം ഫറോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു രഥം വന്ന് നിൽപ്പുണ്ട്. എവിടെ? യാക്കോബിന്റെ വീടിന്റെ മുമ്പ് ഒരു രഥം വന്നിട്ടുണ്ട്. നിന്റെ ആശയെല്ലാം പോയപ്പോഴാ, നിനക്ക് ഒരു ആശയില്ലാതെ ഇരിക്കുമ്പോഴാ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ചിന്തിച്ചു നോക്കിയ, ദൈവമായിട്ട് മല്ല് പിടിക്കുന്ന ആ യാക്കോബ് ബത്തേലി വെച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എങ്ങോട്ട് പോവുക? മിസ്രൈമിലോട്ട് പോകുമ്പോൾ ഈ യാക്കോബിന് തന്നെ എന്തുണ്ട്? ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ആ ബത്തേലി വെച്ച് തന്നെയല്ലോ ആദ്യമേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നീ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാത്തിന്റെ എന്തോ തരാം? ദശാംശം. അതിന്റെ കുറച്ചു മുമ്പിലുള്ള പ്രാർത്ഥനയില്ലയോ? പേടിച്ചു പോയ സ്ഥലമില്ലയോ? ദൈവത്തെ കണ്ട് മുട്ടിയ ഒരു സ്ഥലമില്ലയോ? ബത്തേൽ. മിസ്രൈമിൽ പോകുന്ന ആ സമയത്ത് യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. യാക്കോബിന്റെ സ്വഭാവത്തിനൊരു വ്യത്യാസമുണ്ട്. ആ ഫറോന്റെ മുമ്പിൽ നിൽക്കുന്ന യാക്കോബ് പേർ മാറി ഇസ്രായേൽ. പക്വത കിട്ടിയോ? പക്വത ഉണ്ടോ? ആ പക്വത എങ്ങനെ വന്നു? ജീവിതം ഒന്ന് നോക്കിക്കേ, എത്ര വേദനയോടെ പോയതാ. സെയിം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് രാവിലെ വചനം ധ്യാനിക്കുമ്പോൾ ഈ ദുഃഖവും പ്രയാസവും ഒക്കെ ഉള്ളത് എന്നെ തകർക്കാനല്ല, ഒരു പദ്ധതി വെച്ച് എന്നെ സൃഷ്ടിച്ചതാ. എന്നെ തകർക്കാനല്ല. നീ യാക്കോബാണെങ്കിലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ പണിയും. അതാ നമുക്ക് കിട്ടിയ ആ വലിയ പ്രത്യാശ. ദൈവം എന്നെ എന്തോ ചെയ്തോണ്ടിരിക്കുക? പണിതോണ്ടിരിക്കുക. പക്ഷെ ഞാൻ നിരാശപ്പെടുന്നതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്തോ വരുന്നേ? ആ പ്രയാസം. ഇന്ന് മിക്കവാറും വിശ്വാസികൾക്കുള്ള സ്ട്രഗിൾ അതാണ്. ദൈവത്തിന്റെ സ്വഭാവം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ. പ്രാർത്ഥനയുണ്ട്, വേദോസ്തം വായിക്കുന്നുണ്ട്, ദശാംശവും സ്തോത്രേഴ്ചയെല്ലാം കൊടുത്തിട്ടും ഇതുവരെ പിടികിട്ടാത്ത ഒരു വിഷയം എന്തുവാ? ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ. പക്ഷെ നമ്മുടെ കയ്യിൽ ദൈവം ഈ പുസ്തകം തന്നേക്കുന്നത് എന്തിനാ? ദൈവത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാനാണ്. പിന്നെ സ്വഭാവ വ്യത്യാസമില്ലാത്ത ഒറ്റ ഒരു വ്യക്തിയുള്ളൂ. ആരാ? ദൈവം. ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലായ പിന്നെ ക്രിസ്തീയ ജീവിതം എത്ര ആനന്ദത്തിന്റെ ജീവിതം. നമുക്ക് ദുഃഖിക്കേണ്ട ഒരു ആവശ്യവും ദുഃഖവും പ്രയാസം എന്തോ വന്നാലും എനിക്കറിയാം എൻ്റെ കൂടെ ആരാണ്. ജാതികൾക്ക് പോലും ഇല്ലാത്ത ആ സന്തോഷം, ആ പ്രത്യാശയിലെ ദൈവം നമുക്ക് തന്നേക്കുന്നത്. ജസ്റ്റ് ഞാൻ കുറെ പിക്ചേഴ്സ് കാണിക്കാം, ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി.
ഇന്നിപ്പം ഈ ഓണത്തിന്റെ അവധിയാണ്. ഇന്ന് സഭകളിലും കേട്ടിട്ടുണ്ട് ഓണത്തിന്റെ ആശംസകൾ, ഗ്രീറ്റിംഗ്സ്. എവിടെ നിന്നും കേൾക്കാൻ നമുക്ക് സഭയോളിൽ നിന്നും കേൾക്കാം. ആ ലെവലിൽ എത്തി. ആൾക്കാർക്ക് ഓണം എന്തോ കാരണം ഈ ഒരു സമയമേ ഉള്ളൂ ഒന്ന് ചിരിക്കാനും, ഒന്ന് ആഹാരം കഴിക്കാനും, ഒരു വീട് ക്ലീൻ ചെയ്യാനും, അല്ലേ? വിശ്വാസികൾ ജസ്റ്റ് ഈ പിക്ചേഴ്സ് ഒന്ന് നോക്കി. നമുക്ക് കിട്ടിയ ഈ ഭാഗ്യം, നമ്മൾ അറിഞ്ഞ സത്യം, ഈ പടം ഒന്ന് കാണാം. ആത്മാർത്ഥതയുണ്ടോ ഈ പടം കണ്ട ആൾക്കാർക്ക്? സിൻസിയറിറ്റി ഉണ്ടോ? ഉണ്ടോ? ആത്മാർത്ഥതയോടെ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാനേ അവർ പറഞ്ഞാട്ടെ. നമ്മളെക്കാട്ടും ആത്മാർത്ഥതയുണ്ടല്ലോ. പക്ഷെ നമ്മൾ പറയുന്നത് എന്തുവാ? ഇവരെങ്ങോട്ട് പോകും? പറഞ്ഞാട്ടെ. നമ്മുടെ തോന്നൽ എന്തുവാ? ഇവരെല്ലാം സാത്താൻ ഇവരെ ബന്ധിച്ചേക്കുക, ഇവരെല്ലാം എങ്ങോട്ട് പോകാനുള്ള നരകത്തിൽ പോകുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവർ ഇവരെല്ലാം നരകത്തിൽ പോവും. ഞാൻ സഭ ഹാളിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഉറങ്ങി പ്രാർത്ഥിക്കുന്നവൻ ഞാൻ എവിടെ പോവും? ഞാൻ സ്വർഗത്തിൽ പോവും. ഇവരെല്ലാം നീതിമാനായ ദൈവം എങ്ങോട്ട് കളയും? തീച്ചൂള ഇവർക്കുള്ളതാ. സഭകളുടെ ആരാധനയ്ക്ക് വന്ന് ഉറങ്ങുന്ന വ്യക്തിക്ക് സിംഹാസനമാ ദൈവം വെച്ചേക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ തോന്നുന്നത്? സോ നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ എന്റെ പോലെ ഉറങ്ങി പ്രാർത്ഥിച്ചാൽ നിനക്ക് തീർച്ചയായിട്ടും എന്തുകൊണ്ട് രക്ഷയുണ്ട്. ഇത്രയും ഭക്തിയൊന്നും വേണ്ടാന്നേ, ഇല്ലേ? നമ്മുടെ പോലത്തെ മനുഷ്യനാ. നമുക്ക് ഇങ്ങനെ ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇങ്ങനെ മുട്ടുവേദന നടുവേദന ആർക്കേ ഉള്ളൂ? പറഞ്ഞാട്ടെ. നമ്മൾ പെന്തിക്കോസ്തുകാർക്കേ ഉള്ളൂ മുട്ടുവേദനയും നടുവേദനയും. മറ്റേ ലോകത്തിൽ ആർക്കും മുട്ടുമില്ല നടുവുമില്ല. ഇങ്ങനെ ഒന്നും മിണ്ടാതെ 2 മണിക്കൂർ ഒന്ന് ഇരിക്കാമോ? പറഞ്ഞാട്ടെ. ഒരു ചോദ്യം. നമുക്കൊരു 2 മണിക്കൂർ വാ തുറക്കാതെ കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് ഇരിക്കാമോ? ഇല്ലല്ലോ. നരേന്ദ്രമോദിയൊക്കെ യോഗ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമുക്കും അങ്ങനെ ഒന്ന് തുടങ്ങാം. കാരണം അങ്ങനെ ആകുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചാൽ നടുവേദന ഒന്നും പോവില്ല. ഇങ്ങനെ കുറച്ച് യോഗ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്തോ കിട്ടും? വിടുതലും. നമുക്ക് കൈ കൊട്ടി ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് തൃപ്തിയാകത്തില്ല, ഇല്ലേ? നമുക്ക് ആരാധനയ്ക്ക് ഒരു തൃപ്തി വേണമെങ്കിൽ എന്താ ചെയ്യണം? പറഞ്ഞേട്ടോ. ബൈബിൾ ക്ലാസ്സാ, വേറെ ആരുമില്ല. നമ്മൾ വിശ്വാസികളാണ്. ബോക്സ് വെളി വെച്ചിട്ടില്ല. നമുക്ക് കൈ കൊട്ടി ബഹളം വെച്ചില്ലെങ്കിൽ ആരാധനയല്ല. ഒന്ന് ഇടകണം. നീ എന്തിനാ ഇങ്ങനെ ഇടകണം? ഈ തല എന്തിനാ ഇങ്ങനെ ആറ്റണം? എന്താ ഇത്? സ്ക്രൂ ഏതാണ്? എന്താ ഇത്? നിനക്ക് മിണ്ടാതിരുന്നു ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? അല്ലേ? ചിലർക്കുണ്ട് ഇങ്ങനെ കള്ളുടീനെ പോലെ തുടങ്ങും. അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും വന്നാൽ അവരും ഓർക്കുന്നത് ഇങ്ങനെ ചിലപ്പോൾ ആടുമ്പുഴ ഏതാണ്ടൊക്കെ കയറുന്നത് അവരും ആടാൻ തുടങ്ങും. നമ്മുടെ ഇന്നത്തെ ആരാധനയൊന്നും നോക്കി, ഇത് ആരാധനയാണോ അതോ ബഹളം വെക്കുന്ന പരിപാടിയാണ്? അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ജാതികളും പറയുന്നത് നിന്റെ കർത്താവ് എന്നാ വരുന്നത്, ഞാനും പ്രാർത്ഥിക്കാം, വന്ന് നിങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടിയാലേ എനിക്കൊരു ആശ്വാസമാണ്. അവരും പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്കൊരു ശീലമായി ബഹളം വെക്കാൻ നമുക്ക് എന്തോ ചെയ്യാൻ കഴിയുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ മണിക്കൂറോളം ഇരുന്നാലും ഉറക്കം വരത്തില്ലെന്നേ. കാരണം പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്ക് കിട്ടിയ ഭാഗ്യം, ഇവൻ ഇത്രയും ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒറ്റ ഒരു കാരണം ഇദ്ദേഹം ഓർക്കുന്നത് ഇങ്ങനെ ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ ദൈവമായിട്ട് ആ ബന്ധം എനിക്ക് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. പാവം അങ്ങനെ ഇരിക്കുക, ഇതുവരെ ആ ബന്ധം ഉണ്ടായിട്ടില്ല. എന്നിട്ടും ആ ശ്രമം
മനസ്സിലാകുന്നുണ്ടല്ലോ അവരുടെ ആ ശ്രമം. നമുക്കോ? ഞാൻ ദൈവത്തിന്റെ ആലയമായല്ലോ, എനിക്കിങ്ങനെ ശ്രമിക്കേണ്ടി ഒരു ആവശ്യവും ഇല്ലല്ലോ. എനിക്ക് അതുകൊണ്ട് കണ്ണടച്ച് സ്വത്രം സ്വത്രം പറയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന മീൻകറിയെ കുറിച്ച് ഓർക്കാം. കാരണം ഞാൻ ദൈവത്തിന്റെ ആലയമായല്ലോ, ഇല്ലേ? പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നവർ എങ്ങോട്ട് പോകും? എങ്ങോട്ട് പറഞ്ഞാട്ടെ? ആ എങ്ങോട്ടാ? നരകത്തിൽ പോകുന്നേ. നമ്മളൊക്കെ സ്വർഗം കർത്താവ് വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇവരുടെ പിള്ളേരൊക്കെ ഇരിക്കുന്ന കണ്ടോ? നമ്മുടെ പിള്ളേർ യോഗത്തിന് വരുമ്പോൾ ആ കൊച്ചു ഓർക്കുന്ന പിക്നിക്കിന് പോവുക. കാരണം മമ്മിയുടെ ബാഗിനകത്ത് ബിസ്ക്കറ്റും ഉണ്ട്, മിക്സ്ചറും ഉണ്ട്, കളിപ്പാട്ടവും ഉണ്ട്, അല്ലേ? യോഗത്തിന് വരുമ്പോൾ കൊച്ചു ഓർക്കുന്ന ഇങ്ങോട്ട് വന്നതാ, പിക്നിക്കിന് വേണ്ടി പോവുക. കൊച്ചു ആരാധനയ്ക്കല്ല വന്നത്. വന്ന ഉടനെ തന്നെ മമ്മി ആ സഞ്ജീവം തുറന്നേ. ജാതികൾക്ക് ഡിസിപ്ലിൻ ഉണ്ട്, അവർക്ക് ഭക്തിയുണ്ട്. ഇത് ബുദ്ധിസ്റ്റിന്റെ പ്രാർത്ഥനയാണ്. ആ കൊടിയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുക, കാറ്റടിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കുക. അത് അവരുടെ ചിന്ത. ഇതറിയാലോ, ഈ പടം കണ്ടാൽ എവിടത്തെ പടമാണ്? ഡിസിപ്ലിൻ ഉണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ഇരിക്കാമോ? എത്ര ദിവസം ഉപവാസം ഇവരുടെ? പറഞ്ഞാട്ടെ, 40 ദിവസം ഉപവാസമുണ്ടോ? ഇല്ലേ? ഇവർ ലോകത്തെ ഒന്നും അറിയിക്കത്തില്ല. അവരുടെ നാച്ചുറൽ കാലണ്ടറിൽ ഉള്ളതാ ഉപവാസം. പിള്ളേരും ഇരിക്കൂ. മുസ്ലിം പിള്ളേർക്ക് ഉപവാസമുണ്ടോ? നമുക്ക് ഞായറാഴ്ച തന്നെ ഉപവാസം പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഒരു നേരത്തെ ഉപവാസം. ലൈനിൽ ഇരിക്കുന്ന കണ്ടത് ഇവരെ ആരാ ഇരുത്തുന്നത്? ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു ക്രമമുണ്ട്. നമ്മുടെ ഇടയ്ക്ക് ഒരു വിഷയം കയറി വന്നിട്ട് നമുക്ക് ദൈവാത്മാവിന്റെ നടത്തിപ്പ് എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു ക്രമവും ഒന്നും വേണ്ട. കഴിഞ്ഞ ദിവസം ക്രമത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അദ്ദേഹം ഒരാൾ പറയാ അത് ദാദാഗിരിയാണ്. ആ കൊള്ളാം. നമുക്ക് ആത്മാവിന്റെ നിയോഗം പറഞ്ഞ ഏത് കുത്തഴിഞ്ഞ രീതിയിലും നമുക്ക് നടക്കാൻ. ഇത് അബുദാബിയിലെ മസ്ജിദിന്റെ വെളിയിലുള്ള പടമാണ്. മസ്ജിദിൽ കയറി വരുമ്പോൾ എങ്ങനത്തെ ഡ്രസ്സസ് ഇടാം, എങ്ങനത്തെ ഡ്രസ്സസ് അനുവാദമില്ല. നമുക്കും ഇങ്ങനെ ചർച്ചിന്റെ വെളിയിൽ ഒന്ന് തൂക്കി വെച്ചാൽ എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? മൊബൈൽ പാടില്ല, കഴിക്കുന്ന സാധനവും കൊണ്ടുവരാൻ പാടില്ല. അതാ മസ്ജിദിന്റെ വെളിയിൽ. ഈ സഹോദരിമാരെ കണ്ടു, മുടി കാണാമോ? മുടി കാണാം. നമ്മൾ പറയുന്നത് നീ ഒക്കെ നരകത്തിൽ പോകുന്നേ. ഞാൻ ഈ പേരിന് വേണ്ടി ഒരു തുവാല തല വെച്ചേക്കുന്നത്, ഞാൻ എങ്ങോട്ട് പോകും? സ്വർഗത്തിൽ പോകും. ആ, ഇവർക്ക് 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ സഹോദരിമാർക്ക് 24 മണിക്കൂർ ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ പറയുന്നില്ലല്ലോ. ആരാധനയ്ക്കെങ്കിലും ഇരിക്കുമ്പോൾ തല മൂടണമെന്ന് പറഞ്ഞാൽ ഒരു മുടിയും കാണാൻ പാടില്ല. ഇത് പേരിന് വേണ്ടി ഒരു തുകാലയല്ല ഇവിടെ വെക്കുന്നത്. നമുക്കൊരു ക്രമമുണ്ടെന്ന്. സർവശക്തനാണ് നമ്മുടെ ഇടയ്ക്ക് വസിക്കുന്നത്. ഇസ്രായേൽ മക്കളോട് മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരോട് പറഞ്ഞ കക്കൂസി നമ്മൾ എന്ത് കൊണ്ടുപോകണം? ആ, അതിന് മലയാളത്തിൽ പറയുന്നത് പാറ. നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവത്തിന് ക്രമമുണ്ടെന്ന്. ഈ കുത്തഴിഞ്ഞ രീതി അല്ല ദൈവസഭ. ജാതികൾക്ക് ക്രമമുണ്ട്. ഭക്തിയോടല്ലേ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ അനുഭവിക്കുന്ന സത്യം ഇവർ വല്ല അനുഭവിച്ചാൽ എങ്ങനെ ഇരുന്നേനെ? അവർ കൊതിക്കുന്നുണ്ട്. അവർ പറയുന്ന സഹോദരിയെ, നിങ്ങൾക്ക് ഇത്രയും പ്രത്യാശയുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അവർ പ്രാർത്ഥിക്കണമെങ്കിൽ എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം? മെക്ക നോക്കി വേണ്ട അവർക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഫിലിപ്പീൻസിലൊക്കെ ചെല്ലുമ്പോൾ ക്രിസ്ത്യ രാജ്യം, അവിടെ പ്ലെയിനെ പോകുമ്പോൾ പ്ലെയിനെ തന്നെ ഉണ്ട് അടയാളം വെച്ചിട്ടുണ്ട്. പ്ലെയിൻ പറക്കുമ്പോൾ മെക്ക ഏത് ഡയറക്ഷൻ അവർ പ്ലെയിന് കാണിക്കുക.
കാരണം അതുവാ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചു. നോർത്ത് ഇന്ത്യയിൽ ട്രെയിനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഇവിടെ എനിക്കറിയുന്നില്ല, ട്രെയിനെ വരെ മുസ്ലിംസ് യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥനയുടെ സമയമായ അവൻ്റെ കമ്പസ് വെളിയിലെടുക്കും. മെക്ക അങ്ങോട്ടാണ് അന്ന് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുക. നമ്മളോ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ, ഇല്ലേ? അവൻ എത്ര സമയമാണ് പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസം? എത്ര സമയം? 5 പ്രാവശ്യം കൃത്യമായി അവൻ പ്രാർത്ഥിക്കുമോ? അവൻ്റെ കട തുറന്നു വെച്ചാലും അവൻ പ്രാർത്ഥിക്കും. അവൻ മസ്ജിദിൽ ഓടും. ഞങ്ങൾ ഭോപ്പാലിലൊക്കെ അവൻ്റെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ദേഷ്യം വരുന്നത്. കാരണം സ്പീഡിൽ ഇവൻ ഓടിച്ചു പോവുക. നീ എന്തിനാ ഇങ്ങനെ ഇത്ര സ്പീഡിൽ പോകുന്നേ? പറയുന്നത് എന്തുവാ? ഞാൻ എങ്ങോട്ട് പോവാ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാന്നേ. ഒന്ന് വഴിതാ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. അത്രയും തീഷ്ണത ആർക്കൊണ്ട്? നമുക്ക് ഇതിന്റെ പകുതിയുടെ പകുതി ഉണ്ടായിരുന്നെങ്കിലോ? അവരുടെ ഡ്രസ്സ് കണ്ടല്ലോ, നമുക്കിതൊന്നും ആവശ്യമില്ലല്ലോ. ഇത് കണ്ടോ, യഹൂദൻ അച്ചായന്മാർ. ഒരു യഹൂദൻ ഇന്ന് നമ്മളിവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ യഹൂദൻ എവിടെ നിന്ന് കരയുക? യെരൂശലേമിൽ അവരുടെ തകർന്നു പോയ ആലയത്തിന്റെ വെളിയിലത്തെ ഒരു മതിലുണ്ട്. ഒട്ടൊരു മതിലുണ്ട്. ആ മതിലിന്റെ വെളിയിൽ നിന്ന് അവൻ കരയുക. നമ്മൾ സേവിക്കുന്ന ആ ദൈവത്തെ തന്നെ അവനും, ആ ദൈവത്തോട് തന്നെ അവനും പ്രാർത്ഥിക്കുന്നത്. കരയുക മതിലിന്റെ വെളിയിൽ നിന്ന്. ഈ എഴുത്തുകൾ കാണും. നമുക്ക് പ്രവാചകന്മാരുണ്ട്, വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ 100 രൂപ കൊടുത്താൽ 500 രൂപ 1000 രൂപ കൊടുക്കാം. അവർക്കോ ഒരു കടലാസിൽ അവരുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിട്ട് ഈ മതിലിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനകത്ത് ഇടുന്നത്. അവന്റെ ഭക്തി കണ്ടോ? ആ മതിലിന്റെ ആ ഗ്യാപ്പിൽ ആ പ്രാർത്ഥന റിക്വസ്റ്റ് ഇട്ടാൽ അവൻ ചിന്തിക്കുന്നത് ആരെ കേട്ടു? സർവശക്തൻ കേട്ടെന്ന്. കണ്ട ചിന്ത കണ്ടോ? ആ പഴയ ആലയം, ലോകത്തിൽ ബാക്കി എല്ലാവർക്കും ആലയം ഉള്ളപ്പം ഒട്ടേ ഒരു ജാതിക്ക് ആലയമില്ല. ആരാ? യഹൂദൻ. മുസ്ലിംസിനുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്. യഹൂദൻ ഇന്ന് ആലയമില്ലാതിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസകളുള്ളത്. ആലയം ഉണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ജീവനുള്ള ആലയം നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ പരിച്ഛേദന ഏറ്റ യഹൂദൻ ആലയം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം ഒറ്റ സമയത്ത് 2 ആലയം ഈ ഭൂമിയിൽ കാണത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ യഹൂദൻ നിന്ന് കരയുക. അവന്റെ ആഗ്രഹം എന്തുവാ? അവൻ നിത്യതയല്ല, മണവാട്ടിയല്ല. ഈ ഒരു ആലയം എന്താ പണിയുന്നേ? അത് കാത്തിരിക്കുക. അതുകൊണ്ടാ അന്തിക്രിസ്തു വരുമ്പോൾ തീഷ്ണതയോട് അവർ എന്തോ ചെയ്യുന്നേ? അവർ ആലയം ഉണ്ടാക്കുന്നത്. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ ദൈവം വസിച്ച ആലയമാണ്. അവർ തീഷ്ണതയുണ്ട്. കണ്ടോ? ഈ പടങ്ങൾ കാണിക്കുന്നത് എന്തിനാ? ഈ പടങ്ങളെ കണ്ടെങ്കിലും കർത്താവെ നീ എനിക്ക് തന്ന ആ ഭാഗ്യം. ഇത് അമേരിക്കയിലെ ആമിഷ്കാർ. ഇത് ഫിലിപ്പീൻസിൽ ചെന്ന റോമൻ കാത്തലിക്സ് ക്രൂശി കയറും ഗുഡ് ഫ്രൈഡേ. ഇദ്ദേഹം ചിന്തിക്കുന്ന ഇങ്ങനെ കഷ്ടം സഹിച്ചാൽ എൻ്റെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിക്കുന്നേ. കണ്ടോ? നമ്മളിങ്ങനെ വല്ല പരിപാടി തുടങ്ങിയാൽ കർത്തൃമേശ ദിവസം പാസ്റ്റർ പറയാം, ഇനിയും തൊട്ട് കർത്തൃമേശ ദിവസം ഈ പരിപാടി ചെയ്യുമോ? ആണി അടിക്കുക. പക്ഷെ ആണി അടിക്കുന്ന മുമ്പേ അദ്ദേഹം കള്ളു കുടിക്കും. കാരണം വേദനയുണ്ടെന്നേ. ഒരു നാണമില്ലാതില്ലയോ? ഇവരെന്താ ചെയ്യുന്നേ? നമുക്കോ? നമ്മൾ കടയിലൊക്കെ ചെന്ന് എന്തെങ്കിലും കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അദ്ദേഹം ലോകം എന്തോ ചിന്തിച്ചോ അതൊരു വിഷയമേ അല്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എയർപോർട്ടിലൊക്കെ പ്ലെയിനെ കയറുന്നതിന് മുമ്പേ അവൻ്റെ പ്രാർത്ഥനയുടെ സമയമായോ ആ വാതിൽ തുറന്നിരിക്കും. ആശാൻ അവിടെ മുട്ടുകൊട്ടും, പ്രാർത്ഥന അങ്ങ് തുടങ്ങും. പ്ലെയിൻ പൊങ്ങത്തില്ല, ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്.
എൻ്റെ പ്രാർത്ഥനയുടെ സമയമായി, പ്ലെയിൻ്റെ വാതിൽ അടയത്തില്ല. അത്രയും തീഷ്ണത ആർക്കൊണ്ട്? ഇവർക്കുണ്ട്. അവരുടെ മക്കളെ അവർ വളർത്തുന്ന രീതി, അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടല്ലോ. നമ്മുടെ പിള്ളേർക്കോ? അവരുടെ പിള്ളേർ പ്രാർത്ഥിക്കണം. അവർക്ക് കണ്ടില്ലേ? പ്രാർത്ഥിക്കാൻ മനസ്സില്ലെങ്കിൽ ആ കൊച്ചു പേടിച്ചെന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. തല്ല് കിട്ടുന്നേ. മനസ്സില്ലെങ്കിലും പ്രാർത്ഥിക്കും. നമുക്കോ? മോനെ നീ ഞായറാഴ്ച ആരാധനയ്ക്ക് വരണ്ട, വീട്ടിൽ ഇരുന്ന് പഠിച്ചോ. കാരണം എന്തുവാ? ഡോക്ടർ ആകണ്ട, എഞ്ചിനീയർ ആകണ്ട. നമുക്ക് തുടങ്ങാം ഇങ്ങനെ. നടുവേദന, മുട്ടുവേദന എല്ലാം മാറുമോ? ഇങ്ങനെ നിന്ന് 4 ഹല്ലേലൂയ, 3 സ്തോത്രം, ഭാഷ ഇങ്ങനെ തുടങ്ങാം. പിന്നെ പ്രാർത്ഥിച്ച് രോഗം മാറാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, തന്നെ താനെ. ഞാനിത് കാണിക്കുന്നതിൻ്റെ ഒറ്റ ഒരു ലക്ഷ്യം, നമ്മൾ അനുഭവിക്കുന്ന ആ സന്തോഷം ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ചിന്തിക്കാൻ, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. നമുക്കുള്ള പ്രത്യാശ ഇവർക്കുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടും അവരുടെ ആ ഭക്തി ഒന്ന് നോക്കിയേ. എത്ര ത്യാഗമാണ് സഹിക്കുന്നത്. നമ്മളോ? നമുക്ക് എന്ത് ത്യാഗമാണ്, എന്ത് ത്യാഗമാണ്. യോഗ ഇപ്പം ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ. ഞാൻ തന്നെ ഇപ്പൊ ആൾക്കാരോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രസംഗിക്കാൻ തുടങ്ങി. നമ്മൾ യോഗ ചെയ്യണം, ഒത്തിരി നല്ലതാണ് യോഗ. അതുകൊണ്ടാണ് ലോകം യോഗ ചെയ്യുന്നത്. നമ്മുടെ പ്രയാസങ്ങളിലെല്ലാം നമുക്ക് ഒത്തിരി ഭാരങ്ങളുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ഭാരം എടുത്തോണ്ടിരിക്കുക. ഞായറാഴ്ച സഭകളിൽ കയറി വരുന്നത്, അല്ലെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഭാരങ്ങളില്ല. ഭാരം മാറാൻ വരെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ കുറെ ചെയ്താൽ മതി. യോഗ നല്ലതാണ്. ബ്ലഡ് പ്രഷറും കുറയും, ഷുഗറും കുറയും. കാപ്പിക്കകത്ത് പഞ്ചസാര ഇട്ട് കാപ്പിയും കുടിക്കുക. 1/2 മണിക്കൂർ എല്ലാ ദിവസവും എന്തോ ചെയ്യണം? യോഗ ചെയ്താൽ മതി. ഇത് നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയതേ ഉള്ളൂ. ആദ്യത്തെ വർഷം തന്നെ അമേരിക്കയിൽ ചെന്ന് യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രസംഗം പ്രസംഗിച്ചതാ. ലോകം പറഞ്ഞു ആമേൻ. ജൂൺ 21 തൊട്ട് ഇന്റർനാഷണൽ എന്തുവാ? യോഗ. കാരണം മോദി കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ നവരാത്രി സീസണാണ്. ഒബാമ ഇറച്ചി തിന്നുകൊണ്ടിരിക്കുമ്പോൾ മോദി ചൂടുവെള്ളമാണ് കുടിച്ചത്. പുള്ളിക്കാൻ പറയുന്നത് എൻ്റെ നവരാത്രിയുടെ ഉപവാസ സമയമായ അമേരിക്കൻ ട്രിപ്പിൾ ആഹാരം കഴിച്ചില്ല. വേറെ ഒബാമ പറഞ്ഞത് നിനക്ക് എന്താ ഇത്ര എനർജി? ഞാൻ ഇതെല്ലാം തിന്നിട്ടും എനിക്കെന്തോ ഇല്ല, ആ എനർജി ഇല്ല. അന്നേരം പറയുന്നത് യോഗ. നമ്മുടെ ഈ സങ്കടവും പ്രയാസവും എല്ലാം മാറണമെങ്കിൽ എന്തോ ചെയ്യണം? ഇനി തൊട്ട് എന്തോ തുടങ്ങുക? യോഗ. ആ നല്ലതാണേ, പ്രയാസങ്ങളെല്ലാം മാറും. പക്ഷെ ഞാൻ യോഗ ചെയ്യാത്തതിൻ്റെ കാരണം, സിമ്പിൾ ഒരു കാരണം, എനിക്കൊരു പിതാവുണ്ട്. എനിക്കൊരു യോഗയുടെ ആവശ്യമില്ല. പക്ഷെ പിതാവുള്ളവർ ഇങ്ങനെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് മോങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങളും പറയുന്നത് ഇനി തൊട്ട് യോഗ മാറ്റ് വാങ്ങിച്ചു തരാനേ. ഇനി ഇങ്ങനത്തെ പണിയോ? രാംദേവിനെ അങ്ങ് വിളിക്കാൻ ഞങ്ങളുടെ ഒരു യോഗത്തിൽ. കാരണം സ്വന്തം പിതാവിന്റെ പുറത്ത് എന്തോ ഇല്ല, വിശ്വാസം ഇല്ലെന്നേ. സ്വന്തം പിതാവിന് വിശ്വാസം ഇല്ലാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? യോഗ ചെയ്യിപ്പിച്ചാൽ ഉടനെ തന്നെ പ്രയാസങ്ങളെല്ലാം അറിഞ്ഞേ. ഒരു ഭക്തൻ യോഗ ചെയ്യാത്തതിൻ്റെ കാരണം സൃഷ്ടിതാവിനെ ഞാൻ അബ്ബായാണ് വിളിക്കുന്നത്. എനിക്കൊരു ഭാരവുമില്ല. കാരണം കൂടെ വസിക്കുന്നവൻ ആരാ? സർവശക്തനില്ലയോ, നിത്യനായ ദൈവമില്ലയോ? വചനത്തിൽ എഴുതി തന്നിട്ടുണ്ട്, എൻ്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? ഈ ഭാരമെല്ലാം വഹിക്കുന്ന വ്യക്തിക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ള വ്യക്തിക്ക് എന്തോ ഇല്ല, ഭാരങ്ങൾ ഒന്നുമില്ലെന്നേ. കാരണം പിതാവാ കൂടെ ഉള്ളത്. എൻ്റെ ജീവിതത്തിൽ കഷ്ടത വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പിതാവ് അത് കണ്ടിട്ടുണ്ട്. എന്നെ തകർക്കാനല്ല, എൻ്റെ പേരൊന്ന് മാറ്റാനാ ഇതെല്ലാം ചെയ്യുന്നത്. യാക്കോബിനെ ആരാക്കി തീർക്കണം? ഇസ്രായേലാക്കി തീർക്കണം. നിന്നെ ഒന്ന് ഫറോയുടെ മുമ്പേ നിർത്തി, നീ ഫറോനെ അനുഗ്രഹിക്കേണ്ടി വരാം. പക്ഷെ മുമ്പേ നിർത്തുന്നതിന് മുമ്പേ എനിക്ക് കുറെ പണിയുണ്ട് നിന്റെ ജീവിതത്തിൽ. യോഗ ചെയ്യാം.
മുസ്ലിംസ് അവരുടെ ഖുർആൻ ഷരീഫ് വായിക്കുന്ന കണ്ടോ? ശ്രദ്ധയുണ്ടല്ലോ എത്ര ഭക്തിയോടെ അവരുടെ ഖുർആൻ ഷരീഫ് വായിക്കുന്നത്. നമ്മൾ ഈ വേദോസ്തത്തെ പൂജിക്കേണ്ടിയവരല്ല, ഇത് പൂജയുടെ വസ്തുവല്ല. പക്ഷെ ഇതില് ദൈവവചനം എൻ്റെ കൈ കിട്ടിയത്, ഈ പുസ്തകം എൻ്റെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നേനെ. സത്യമാണ്. പക്ഷെ ഇന്ന് ചിലരുടെ ബൈബിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹോദരിമാരുടെ വെളിപ്പാട് പുസ്തകത്തിന്റെ കുറെ കടലാസുകളില്ല. എവിടാ അത് പിള്ളേർ കിരികളഞ്ഞത്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ കടലാസം കാണത്തില്ല. ചിലരുടെ ആണെങ്കിൽ പിള്ളേരെടുത്ത് പേനയെടുത്ത് എന്താ ചെയ്തിട്ടുണ്ട്? ചിലരുടെ മൊബൈൽ നമ്പർ വരെ എവിടെ എഴുതിയേക്കുക? പൈസയും ബസ്സിന്റെ ടിക്കറ്റ് എല്ലാം ഇതിൻ്റെ അകത്താണ്, എല്ലാം ഇതിൻ്റെ അകത്താണ്. ഇത് ബൈബിളല്ലല്ലോ, ഇതെന്റെ പേഴ്സ് അല്ലേ. എഴുതാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ എവിടെ എഴുതാം? പാസ്റ്റർ പ്രസംഗിച്ച പുതിയ ദൂത് കിട്ടിയത് അതും എവിടെ എഴുതുക? ഇവരോ ഈ വചനം കർത്താവേ, ഇത് കയ്യിലെടുക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല. എൻ്റെ പിതാവിൻ്റെ ശബ്ദമില്ലേ ഇത്? മതപുസ്തകമല്ലല്ലോ. 200 രൂപയ്ക്ക് മലയാളത്തിൽ കർത്താവ് എൻ്റെ കൈ തന്നത്. ഞാൻ നമ്മുടെ ഭോപ്പാലിലെ കുറെ സ്റ്റുഡൻസിനെ ഇരുത്തി ഈ ഫോട്ടോ എടുത്തത്. കാരണം ചിലരെ നമ്മളിരുന്ന് ബൈബിൾ വായിക്കുന്ന ഒന്ന് പ്രസംഗിച്ചാൽ കാര്യം നടക്കത്തില്ല. പടങ്ങൾ കാണിച്ചാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാകും. എനിക്ക് ഓൾറെഡി മലയാളം അത്രയും നല്ലപോലെ അറിയത്തില്ല. സോ ഞാൻ ഓർത്തേക്കുന്നത് ഇങ്ങനെ പടങ്ങൾ കാണിച്ച് പഠിപ്പിക്കുക. കണ്ടോ സഹോദരിമാരിരുന്ന് വചനം പഠിക്കുക, ധ്യാനിക്കുക. കാലെങ്ങനെ വെച്ചേക്കുന്ന അറിയാം. ഇവർ വായിക്കുന്നത് ഇവരെ ഇങ്ങനെ ഇരിക്കുന്നവരല്ല, ഞാൻ ഇവരെ ഇങ്ങനെ ഇരുത്തി പടം എടുത്തതാണ്. നമ്മളെ തന്നെ ഒന്ന് കാണാൻ. കണ്ടോ, ഇരുന്ന് വേദവസം വായിക്കുക. കാലും ബൈബിളും തലക്കെട്ടുകാരെ അറിയാമോ? അവരുടെ സെയിം ലെവലിൽ അവരുടെ ഗ്രന്ഥ വെക്കത്തില്ല. അവരെ കാട്ടും പൊക്കിയ വെക്കുന്നത്. നമ്മൾ ചിലരൊക്കെ ചിന്തിക്കും, പാസ്റ്റർ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത്? നമുക്ക് വിടുതൽ കിട്ടിയറില്ലേ? നമുക്ക് ഒരു ബന്ധനവും ഇല്ല. ഈ പ്രവാചകന്മാരെ തപ്പി പോകുന്നത് മുഷിഞ്ഞിരിക്കുന്നതിന്റെ കാരണം ദൈവം തന്നെ എന്നോട് സംസാരിക്കാതെ കുറെ ഒരു കാരണമുണ്ട്. ദൈവവചനത്തിന് എനിക്ക് ഒരു വിലയില്ലെന്നേ. കണ്ട് ഇരുന്ന് ധ്യാനിക്കുക. ജാതികൾ ഇതൊന്ന് കണ്ടാൽ മതി. കണ്ടോ, ഒന്ന് ധ്യാനിക്കുക. കാരണം നടുവിൽ ഭയങ്കര പ്രയാസമാണ്. കണ്ടോ, നമ്മുടെ ജീവിതത്തിൽ വേദോസ്തമൊക്കെ വായിക്കുമ്പോൾ ഡിസിപ്ലിൻ വേണോ? പറഞ്ഞാട്ടെ, കുത്തഴിഞ്ഞ രീതിയല്ലല്ലോ. ധ്യാനമാ. 3-ാം സ്വർഗം വരെ എത്തിയതാ. ധ്യാനിച്ച് പോവാ. കണ്ട് ഇത് കണ്ട, നമ്മളും ഇത് നമ്മളെ തന്നെ എരിയോ കാണിക്കുന്നത്. ഈ വേദോസ്തം കയ്യിലെടുക്കുമ്പോൾ എനിക്കൊന്ന് മുട്ടുമേ നിൽക്കാമോ? സർവശക്തന്റെ വചനമില്ലയോ? സർവശക്തൻ എന്നോട് സംസാരിക്കണമെങ്കിൽ കട്ടിലയിൽ കുറെ തലമുറ വെച്ചിട്ടാണോ ഇരിക്കുന്നത്? ആരോട് സംസാരിക്കുക? ഉമ്മൻചാണ്ടിയുടെ മുമ്പേ പോയി നിൽക്കണമെങ്കിൽ കുളിച്ചും എല്ലാം റെഡിയായി നിൽക്കുമ്പോൾ, സർവശക്തന്റെ മുമ്പേ നിൽക്കുമ്പോൾ കൂടെ വസിക്കുന്നവൻ സർവശക്തൻ തന്നെയാണോ? കണ്ണ് തുറന്നിട്ടുണ്ടോ? നരകത്തിൽ അവരാണോ പോന്നേ, അതോ നമ്മളായിരിക്കുമോ? റോമർ 2:11 വായിച്ചു. എഴുതിയേക്കുന്ന വാക്കെന്താ? റോമൻസ് 2:11. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. അതിന്റെ അർത്ഥം ഒരു കൺസെഷൻസും ഇല്ല. ഒരു കൺസെഷനും ഇല്ല. നമ്മുടെ ഒരു ചിന്തയുണ്ട്, ദൈവം എനിക്ക് കുറെ കൺസെഷൻസ് തരും. അതിനവർക്ക് മനസ്സിലാക്കി തരാൻ ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ എൽഡോ പാസ്റ്ററുടെ വിശ്വാസി. എക്സാമ്പിൾ, ഞാൻ ട്രാഫിക് പോലീസിലാണ് ജോലി. രാവിലെ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നു, ആരാധിച്ചു,
ആരാധന കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയപ്പോൾ എൽഡോ പാസ്റ്റർ സ്കൂൾ ബൈക്കേ വരിക, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. അവിടെ പാസ്റ്റർ എന്നെ കിടന്ന് സ്തോത്രം പോവുക, അങ്ങോട്ടാ യോഗത്തിന് പോവാ, ബിസിലടിച്ച് എന്നെ സൈഡിൽ നിർത്തി. അപ്പോഴേ പ്രയാസം വരൂ. അന്നേരം ഞാൻ പറഞ്ഞു, ലൈസൻസ് പാസ്റ്ററിനെ ഇഷ്ടപ്പെടുമോ? ആ, ഇദ്ദേഹം ഇപ്പോഴേ ഇല്ലയോ ആരാധിച്ചിട്ട് പോയത്, ഇത് ഏത് സാധാരണ കയറിയിരിക്കുന്നത്? ആ, ഞാൻ യോഗത്തിന് പോവാ സഹോദര. ഒരു ചിരിയില്ല എൻ്റെ മുഖത്ത്. ലൈസൻസ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, മിസ്റ്റർ എൽഡോ ഇഷ്ടപ്പെടുമോ? അടുത്ത ഞായറാഴ്ചയ്ക്കുള്ള ദൂത് കിട്ടിയല്ലോ. അഹങ്കാരി. ആ, ഇപ്പൊ എന്നെ പേര് വിളിക്കാൻ തുടങ്ങിയോ? ഇല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ വിഷയം. മിസ്റ്റർ എൽഡോ ഹെൽമെറ്റ് എന്ത് ചെയ്യും? വീട്ടിൽ എത്തുമല്ലോ. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ വീട്ടിലെത്തുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ ആ വാക്യത്തിന്റെ അർത്ഥം? ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് തൃശ്ശൂരിൽ ആ കവലയിൽ നിൽക്കുമ്പോൾ ഞാൻ വിശ്വാസിയല്ല, ഞാൻ കേരള സർക്കാരാണ്, ഞാൻ കേരള പോലീസ്. കേരള പോലീസ് ക്രൈസ്തവരോട് പറയത്തില്ല, വിശ്വാസിയാ പറയുന്നത്. ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാ പറഞ്ഞാട്ട്? ഞാൻ കേരള പോലീസാണ്, ഞാൻ വിശ്വാസിയല്ല. ലൈസൻസ് എന്ത് ചെയ്യേ? ഒരു മയവും കാണത്തില്ല. നമുക്ക് വേദന പറഞ്ഞ വിഷയമാണ്. ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല ഒരവസരം കാണേ. ഞാൻ നിന്റെ പാസ്റ്ററല്ലേ? പാസ്റ്ററൊക്കെ പള്ളിയിൽ റോഡിൽ നിൽക്കുമ്പോൾ ഞാൻ വിശ്വാസിയല്ല. വാക്യത്തിൽ എഴുതിയേക്കുന്നത് ദൈവത്തിന് എന്തോ ഇല്ല, മോഹഭക്തി. ഈ ജാതികൾ അത്ര ത്യാഗം സഹിച്ച് ഡിസിപ്ലിൻ വെക്കുമ്പോൾ കുത്തഴിഞ്ഞ രീതി നടക്കുന്ന എനിക്ക്, എന്നെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയ ദൈവം നീതിമാനാണോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പൊ ഓണത്തിന്റെ ആഘോഷമേ ഇല്ലയോ? ഈ കെയർ ഓഫ് അവർ വീടെങ്കിലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യുമല്ലോ, ഇല്ലേ? ഞങ്ങളുടെ അവിടെ ഹിന്ദുക്കളുടെ ദിവാലി ഉണ്ട്. അന്ന് സാധാരണ 300 ഓടി ഇറക്കിയിട്ട് അവൻ വീട് കൊണ്ട് വൈറ്റ് വാഷ് ചെയ്യും. നമ്മൾ വിശ്വാസികളുടെ വീട് എന്നാ ക്ലീൻ ആകുന്നേ? എന്നാ നമുക്ക് ആ പരിപാടിയേ ഇല്ലല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറയുക. ജാതികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെന്ന്, ക്രമമുണ്ട്. നമ്മളോ? ഇന്നലെ നിങ്ങൾ ന്യൂസിൽ വായിച്ചു കാണുമല്ലോ, ജയ്പൂരിൽ കിലോമീറ്ററുകൾ നീളത്തില ജൈൻ മതക്കാർ ഇന്നലെ നടന്നത്. ഇന്നലെ കാരണം ജയ്പൂർ രാജസ്ഥാൻ ഹൈക്കോടതി ഇന്നലെ ഒരു വിധി പറഞ്ഞു. ഈ ജൈനന്മാരുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റമുണ്ട്. അവർ പട്ടിണി ഇരുന്ന് മരിക്കും. പട്ടിണി ഇരുന്ന് അവർ പറയുന്നത്, ഞങ്ങൾ ഈ ലോകത്തെ ത്യജിച്ചു, ഞങ്ങൾക്ക് ആഹാരവും വേണ്ട. അന്നേരം രാജസ്ഥാൻ ഹൈക്കോടതി ഇന്നലെ കൊടുത്തേക്കുന്ന വിധി അത് ആത്മഹത്യയാണ്. അത് നിങ്ങളുടെ ഭക്തിയല്ല, ആത്മഹത്യ. അതിനെ ജൈനന്മാർ ഇന്നലെ ജയ്പൂർ ബോംബെ എല്ലായിടത്തും പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞ സർക്കാരിന്റെ നിയമമായിരിക്കും ആത്മഹത്യ, പക്ഷെ ഞങ്ങളുടെ ഇത് വിശ്വാസമാണ്. ഞങ്ങൾ ആഹാരം ത്യജിച്ചിട്ട് എന്തോ ചെയ്യും? മരിക്കും. ഈ ജൈനന്മാരാണ്. മുഖത്ത് ആഹാരം പോലും വേണ്ടെന്നേ. കണ്ടോ മുഖത്ത് എന്തോ തേച്ചേക്കുന്നത്, കെട്ടിവെച്ചേക്കുന്നത് തുണി. എന്താ? ഒരു ഈച്ച പോലും. നമ്മളൊക്കെ ഇറച്ചിയും വേണം, മീനും വേണം, എന്നാലേ നമുക്കൊരു ആഹാരം ഇഷ്ടപ്പെടുത്തുള്ളൂ. ഇത് PhD നല്ല പഠിത്തമുള്ളവരാണ്. ഞാനൊക്കെ ഇന്ത്യ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത് പോയ സായലോ എയർ കണ്ടീഷൻ. ഞാനിതിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ മുമ്പേ തന്നെ, ഇവിടെ കേരളത്തിലില്ല ദിഗംബർ ജെയിൻസ്, നോർത്തിലുണ്ട്. ദിഗംബർ പറഞ്ഞ ഒരു കഷ്ണം തുണി പോലും ഇല്ല, നഗ്നത കംപ്ലീറ്റ്. അവർ ഈ റോഡിൽ നടന്നാ പോകുന്നത്. അവർ ബസ്സിലൊന്നും യാത്ര ചെയ്തില്ല. അവരുടെ പാസ്റ്റർമാർ, ഇവരുടെ ഒരു ഗുരു നടക്കാൻ കഴിയത്തില്ല, ഒരു വീൽ ചെയറിലാണ് ഇരുത്തിയേക്കുന്നത്. ഉന്തിക്കൊണ്ട് റോഡിൽ പോവുക. ഫ്രണ്ടിൽ പുതിയ ഇനോവ സ്കോർപിയോ ഒക്കെ ഫ്രണ്ടിൽ ഖാലി പോവുക. ഇദ്ദേഹം കുറെ റോഡിൽ ഉന്തിക്കൊണ്ട് പോവുക. വണ്ടി കയറത്തില്ല. ഞാൻ AC പോവുക, സ്തോത്രം പറഞ്ഞോണ്ട്.
അവരിതെല്ലാം ത്യജിച്ചിട്ട് നടക്കുക. ഷിയ മുസ്ലിംസിനെ കണ്ടിട്ടുണ്ട്. അവർ ഹുസൈനിയുടെ മരണത്തെ ഒന്ന് ഓർക്കുക, നെഞ്ചിനടിക്കുക. നമ്മൾ കത്രമേശ പങ്കെടുക്കുമ്പോൾ ഒരു കണ്ണുനീരെങ്കിലും വരുന്നുണ്ടോ? ഒരു കണ്ണുനീര്. നമ്മളെ തന്നെ ഇത്രയും ഉപദ്രവിക്കാനൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു കണ്ണുനീരെങ്കിലും. ഇവനെങ്ങോട്ട് പോകും? നമ്മുടെ ചിന്ത അനുസരിച്ച് ഇവനെങ്ങോട്ട് പോകും? ഇവന്റെ അകത്ത് ദുരാത്മാവ ഇല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ തോന്നൽ? പിശാച് ബന്ധിച്ചേക്കുക. ഫൈൻ. യോഗത്തിൽ ഇരുന്ന് ഉറങ്ങുന്നവന് അവന്റെ അകത്ത് ഏതാകുന്നു? ദുരാത്മാവുള്ളവൻ ഇത്രയും ചെയ്യാമെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശക്തിയല്ല, ദൈവമാ. ചിലർ ചിന്തിച്ചേക്കുന്ന ഈ ദൈവത്തിന്റെ ശക്തിയല്ല, ഇത് ദൈവം സ്വയമേ. അവർക്ക് ഇത്രയും ഭക്തിയുണ്ട്. പശുവിനെ കണ്ട് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് മനസ്സിലാകാത്ത ഈ സത്യം അവർക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. മഴയ്ക്ക് വേണ്ടി കരയുക, ഐസ് വെള്ളത്തിൽ ഇരുന്ന്. ഇത് നമ്മൾ ഇതിപ്പോ കേരളത്തിലും തുടങ്ങിയിട്ടുണ്ടല്ലോ. അവരുടെ ആ ഭക്തി ഒന്ന് കാണണം. 10 ദിവസം ഇത് വാങ്ങിച്ചു വെച്ച് രാവിലെ വൈകുന്നേരം പൂജയുണ്ട്. 10ാമത്തെ ദിവസം ഇതിനെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ ഒഴുക്കി കളയുന്നത്. പോകുമ്പോൾ ഇവർ കരഞ്ഞോണ്ടാ പോകുന്നത്, അറിയാമോ? അവരുടെ ആ യാത്ര പോകുമ്പോൾ കാണണം, കരയുന്നുണ്ട്. അവർ കരച്ചിലെന്തുവാ? അടുത്ത വർഷം പിന്നെയും വരണേ, അത് പറഞ്ഞുകൊണ്ടാ കരയുന്നത്. നമുക്കോ? ഞാൻ നിന്നെ ഒരു നാള് എഴുതി തന്നോ? നമ്മുടെ ചുറ്റും ജാതികളുടെ ഭക്തി കരഞ്ഞുകൊണ്ടാ കൊണ്ടുപോകുന്നത്. അടുത്ത വർഷം പിന്നെയും വരണേ എന്ന് പറഞ്ഞുകൊണ്ട് തീന്റെ പുറത്ത് നടക്കുന്ന കണ്ടോ? ഇത് കണ്ടോ? ഞാൻ ഇത്ര പടങ്ങൾ കാണിച്ചത്. സർവശക്തൻ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഈ സത്യം ഇവർക്ക് എന്താ വെളിപ്പെടുത്തി കൊടുക്കാത്തത്? പറഞ്ഞോട്ടെ. നമുക്കൊരു സത്യം മനസ്സിലായല്ലോ. ഈ സത്യം വെളിപ്പെട്ടോണ്ടില്ലയോ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഭക്തി നോക്കിയാൽ നമ്മളെക്കാട്ടും കൂടുതൽ ഭക്തി ആർക്കുണ്ട്? ജാതികൾക്കുണ്ട്. നമ്മളെക്കാട്ടും കൂടുതൽ ഭക്തി. നമുക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? അത് തന്നെ ഒരു ചോദ്യം. ഇന്നത്തെ കാലത്ത് വിശ്വാസി സഭയെ കയറി വരുന്നത് ഒരു മെജോറിറ്റി ഉണ്ട്. ഒരു ദൈവത്തെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. എൻ്റെ അപ്പച്ചൻ ആരാധനയ്ക്ക് വന്നുകൊണ്ടാണ് ഞാനും വരുന്നത്. ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഈ സത്യം ദൈവം ഇവർ ഇത്രയെല്ലാം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമുണ്ട്. ദൈവം വെളിപ്പെടുത്തിയില്ലെങ്കിൽ നിനക്ക് എത്ര പഠിത്തമുണ്ടെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. ദൈവം കൃപയുള്ള ദൈവം നമുക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്നത്. ഞാൻ അറിഞ്ഞ സത്യം എന്തുവാ? ഒരു സിമ്പിൾ ഒരു വാക്കി പറഞ്ഞാൽ, ആ സർവശക്തൻ ശക്തിയല്ല, വ്യക്തിയാണ്. ആ സർവശക്തനെ ഞാൻ വിളിക്കുന്നത് എന്തുവാ? ദൈവം മനുഷ്യനായി ഭൂമിയെ ഇറങ്ങി വന്ന് നമുക്ക് വെളിപ്പെടുത്തിയ ഒരു സത്യം എന്തുവാ? സർവശക്തൻ എൻ്റെ ആരാ? പിതാവ്. അബ്ബ പിതാവെ വിളിക്കാനുള്ള എനിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട്? ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഞാൻ സർവശക്തനെ എന്തോ വിളിക്കുന്നേ? പിതാവ്. എനിക്ക് നരേന്ദ്രമോദിയെ അറിയത്തില്ല, പക്ഷേ സൃഷ്ടിതാവിനെ ഞാൻ വിളിക്കുന്നത് അബ്ബ പിതാവെ എന്നാണ് വിളിക്കുന്നത്. നമുക്കൊന്ന് കണ്ണടച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? കർത്താവേ, ഇതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം.
ഈ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളും ചിലപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നേനെ. നമ്മുടെ ചുറ്റും ആൾക്കാരെ ഇത്രയും ഭക്തിയും ത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ യഹൂദന്മാരെ കണ്ടു, മുസ്ലിംസിനെ കണ്ടു, ഹിന്ദുസ്, ഷിയ മുസ്ലിംസ്, ജൈൻ മതക്കാർ, ഇവരെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാട്ടും കൂടുതൽ എത്രയും ഭക്തി ഇവർക്കുണ്ട്. ആത്മാർത്ഥതയോടെ അവർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ അവരെ കളിയാക്കും. അവരെ കളിയാക്കാൻ നമുക്ക് അനുവാദമില്ല. അവർക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഞാൻ എന്തിനാ അവരെ കളിയാക്കുന്നത്? സത്യം വെളിപ്പെട്ട് കിട്ടിയ എൻ്റെ നടപ്പ് എങ്ങനത്തേതാ? എൻ്റെ നടപ്പ് കണ്ട ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്? ഇവന്റെ സങ്കടമൊക്കെ കണ്ടാൽ ഇവന്റെ കർത്താവ് ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി വചനങ്ങൾ കേട്ടിട്ടുണ്ട്. രാവിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ സത്യം വെളിപ്പെടുത്തി തന്നത് എന്തിന്? ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞ എൻ്റെ ജീവിതം മുഴുവൻ കഷ്ടവും ദുഃഖം. കാരണം നിന്നെ പണിയുവാനാ, നിന്റെ പേരൊന്ന് മാറ്റാൻ. നമ്മുടെ ജീവിതത്തിൽ ഈ സത്യം അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ വന്നാലും അവൻ ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവം എന്നെ പണിയുക. ഇത് കഴിഞ്ഞ ജന്മത്തിന്റെ ശാപമല്ല, ഇതൊരു ബന്ധനമല്ല, ഇതൊരു സാത്താന്റെ കളിയല്ല. എന്റെ സൃഷ്ടിതാവ് എന്നെ പണിയുക. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം. കൃപയുള്ളവനായതുകൊണ്ടായി സത്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. എൻ്റെ മോക്ക് കല്യാണം നടന്നിട്ടില്ലെങ്കിൽ അതൊരു വിഷയമേ അല്ലെന്നേ. എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടിയില്ല, അതൊരു വിഷയമല്ല. എനിക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയല്ലോ. പൗലോസ് പറയുന്ന പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ സത്യത്തിനായി സ്തോത്രം. ഈ സത്യം വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എത്ര ക്രമം വേണം. ജാതികൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ജാതികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ അയൽവക്കക്കാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കടയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ജീവനുള്ള ആലയമല്ലയോ, ദൈവത്തിന്റെ ആലയമല്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ദൈവമേ വചനം തന്നല്ലോ. ഏത് ബുക്ക് സ്റ്റോളിൽ ചെന്നാലും 200 രൂപ കൊടുത്താൽ മതി, ഒരു വേദോസ്തം കിട്ടും. മലയാളത്തിലുള്ളോണ്ടല്ലയോ? ഹല്ലേലൂയ. കർത്താവേ, ഈ പുസ്തകത്തിനായി സ്തോത്രം. ഈ വേദപുസ്തകത്തിനായി സ്തോത്രം. ഈ സത്യം എൻ്റെ കൈ തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, രാവിലെ സമയം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേറെ വാക്കുകളൊന്നുമില്ല കർത്താവേ, ഒരു വാക്കുകളുമില്ല. നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരോടും നീ തുടർമാനം സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ക്രമം കൊണ്ടുവരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുത്തഴിഞ്ഞ രീതിയല്ല കർത്താവേ, ഒരു ക്രമം വേണം. എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ മാത്രം കണ്ടാൽ മതി. ഹല്ലേലൂയ. എല്ലാ മാനവത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.